നിമിഷങ്ങൾ നാം ഈ രാത്രികാലം നമ്മൾ നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തു വരുന്നത് പോലെ ഇത് രാത്രികാലത്തുള്ള നിമിഷങ്ങൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആ വീട്ടിലേക്ക് ഓണച്ചാങ്ങോട്ട് കടന്നു വന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നാം ഈ 10 മിനിറ്റ് സംസാരിക്കും തന്റെ സാക്ഷ്യങ്ങളിൽ കൂടെ എന്ത് നിയോഗമാണോ കർത്താവ് കൊടുക്കുന്നത് അത് ഇന്ന് രാത്രികാലം നമ്മളോട് പങ്കുവെക്കുവാനിടയായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കുന്നതിനായി കർത്താവ് തന്നെ ബലപ്പെടുത്തുന്നത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ ഒരുമിച്ചായിരിക്കും അല്പസമയം അതിനെ ഒരിക്കലും സംബന്ധിതമായി നമ്മളെ ഓരോരുത്തരെയും നാളുകളിൽ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. സ്നേഹം എത്ര വലിയതെന്ന് നാം പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമായിരിക്കുന്നു. ഈ ലോകം അതിന്റെ മോഹങ്ങളിലേക്ക് വിരണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സംസാരിപ്പാത്തോളം തന്നെ വലിയ ജ്ഞാനമോ വിജ്ഞാനമോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ക്രിസ്തീയ മാതാപിതാക്കളെ ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിൽ തന്നെയും 40-42 വർഷക്കാലം കേരളത്തിന് വെളിയിലും അതുപോലെ തന്നെ ഗുജറാത്തിലൊക്കെ ആയതുകൊണ്ട് 42 വർഷക്കാലം ദൈവമായിട്ടുള്ള യാതൊരു ചിന്തയോ യാതൊരു വചന അതും തന്നെ എനിക്കത്ര പോരാ. എങ്കിൽ തന്നെയും ദൈവം തരുന്നതായ ദൈവത്തിന്റെ ആ വചനം എത്രമാത്രം എന്നിൽ നിന്നും എനിക്ക് പറയുവാൻ സാധിക്കുന്നു അത്രമാത്രം നിങ്ങളോട് അല്പസമയം അതിനാൽ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനാൽ നമ്മളെ തിരുവഴുത്ത് പ്രകാരം നമുക്ക് എല്ലാവർക്കും സുരക്ഷിതമായ നിങ്ങൾക്ക് അറിയാവുന്നതായ ഒരു ചെറിയൊരു വാക്യം വായിച്ചാൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവസഭയിൽ എന്താണിക്കാനായിരിക്കും എൻ്റെ പ്രകൃതി കർത്താവിന് വലിയ നാഥന്മാരും ദൈവവചനം ശുശ്രൂഷിക്കാറുണ്ടല്ലോ. അത് ഞാൻ കൂടുതൽ സമയം എടുക്കത്തില്ല. എടുക്കാൻ തന്നെ എനിക്ക് വലിയ താല്പര്യവും ഇല്ല. കാരണം അത്രമാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ എൻ്റെ സാക്ഷികൾ കൂടി പറയുവാൻ തന്നെ വളരെയേറെ ഈ 48 വർഷക്കാലം ദൈവം എന്നെ നടത്തിയതും എന്നെ വഴി നടത്തിയതും എൻ്റെ അപകടത്തിൽ നിന്നും മറ്റ് പല രോഗങ്ങളിൽ നിന്നും പല പ്രയാസങ്ങളിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ച കാര്യങ്ങളെ പറ്റി അനുഭവസാക്ഷി പറയുവാൻ സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ കണക്കുന്നില്ല. എങ്കിലും നമുക്ക് സുരക്ഷിതമായ ഒരു വേദവാക്യം ഒന്നാമത്തെ കേൾക്കണം. ഒന്നാം വാക്യം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഇവിടെ ഒന്നാം സങ്കല്പത്തിൽ ദാവീദ് പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ദൈവമക്കളെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ട ഒരു കാര്യം ഒന്നും തന്നെയാണ്. നാം ദൈവമക്കളെ ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ നാം എന്താണ് നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നോ, നാം ഏത് പ്രകാരമായിരിക്കുന്നു, നാം ഏത് ജീവിതത്തിലായിരിക്കുന്നു, നാം ജീവനുള്ള ദൈവത്തെയാണോ ജീവനില്ലാത്ത ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള ചിന്താ മനോഭാവം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്രകാരമുള്ളതായ ആൾക്കാരുമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ അപ്രകാരമുള്ള ആൾക്കാരോടുള്ള ആ വാസം നമുക്ക് യോഗ്യമല്ല. നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതമായിരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൾക്കാരുമായിട്ടുള്ള ജീവിതം നമുക്ക് ഒരിക്കലും അത് സാധ്യമാവുകയില്ല, സാധ്യം ആക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം ദൈവമക്കളാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും അറിയില്ല. അതിന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. കാരണം അവരുടെ ഒരു ആലോചനയും നമുക്ക് നടക്കാൻ, അവരുടെ ആലോചന കേട്ട് നമുക്ക് ജീവിക്കാനോ ആരും ആലോചന പ്രകാരം നടക്കാതെ ഇരിക്കുന്നതാണ്. ദൈവത്തിലെ സ്തോത്രമുണ്ടാകട്ടെ. നാം അപ്രകാരമുള്ള ജീവിതത്തിലേക്കല്ല, നാം ദൈവികമായ ജീവിതം, നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാവും. ഇതിൽ തന്നെ അത് നിശ്ചിതമായ ഒരു പരിധിക്കുള്ളിൽ മാത്രമേ അത് നമ്മൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവമക്കളായിരുന്ന നാം ദുഷ്ടങ്ങളല്ല. നമുക്ക് പിന്നെ രണ്ടാമത് പറയുന്നു, പാവയുടെ വഴി നിൽക്കാതെ, അതായത് പാപപ്രവൃത്തികൾ ചെയ്യുന്നവരുടെ കൂടെ സഹകരിക്കാതെയും പാപപ്രവൃത്തികൾ ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാതെയും നാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം പിൻപറ്റിക്കൊണ്ട് ഈ നാളുകൾ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ നാം നിത്യരാജ്യത്തിന് ഒരു അവകാശമായി തീരുമാനം സാധിക്കും. നാം 10, 40, 50, 60 വർഷം കൊണ്ട് ജീവിച്ചുകൊണ്ട് നാം ഒരു പ്രയോജനമില്ല. എങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കണം. കലാ ചുരുക്കം വാട്ടം
മാലിന്യം യേശുവില്ലാത്ത ഒരു ജീവിതമാണ് ഒരു ദൈവ പൈതലിന് ഒരു ദൈവ മകനൊക്കെ ആവശ്യം ഉണ്ടാകട്ടെ. അതിനാൽ ഈ 3 കാര്യങ്ങൾ കൂടി നമ്മൾ ഈ നാളുകളിൽ നാം വിട്ട് നാം യേശുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ കൂടി യേശുമായിട്ടുള്ള ആ നിത്യമായ ഒരു വാസമായുള്ള ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യ ഒരു കിരീടം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ദൈവങ്ങളെ നാം അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ വളരെയേറെ ദോഷങ്ങൾ, വളരെയേറെ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പരിഭവങ്ങൾ, രോഗങ്ങൾ, ഇത് പലവിധമാകുന്ന പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ദൈവങ്ങൾക്ക് ഉള്ളതാകുന്ന ദൈവത്തിൽ തോന്നണം. എന്തിനാന്ന് വെച്ചാൽ നാം ഒന്നുകിൽ കൂടി ദൈവത്തിൽ അതിനെ ആശ്രയിക്കാനും ദൈവത്തെ മാത്രം മുൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാകുന്നു. അതുകൊണ്ടാണ് ഈ നാളുകളിൽ നാം ആയിരിക്കുന്നത് ലോകത്തിന് ഓടിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആ പ്രകാരമുള്ള ജീവിതത്തിൽ നിന്നുള്ള മാറ്റം സംഭവിച്ചാൽ നാം നമ്മളെ ചുറ്റുപാട് നോക്കുമ്പോൾ പലരും പല രീതിയിലുള്ള ജീവിത രീതിയിലും പലവിധമാകുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആ ജീവിതം അങ്ങനെയല്ല. നാം അല്പനേരം ആൾക്കാർ മാത്രം നാം കൂടിയിരുന്നുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ പാടി സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്കൊരു സമാധാനമുണ്ട്, നമുക്കൊരു സന്തോഷമുണ്ട്, നമുക്കൊരു നിത്യ ജീവനുണ്ട്. നമുക്ക് രണ്ടേ രണ്ട് വഴിയാണുള്ളത്. ഒന്ന് ജീവന്റെ വഴി, ഒന്ന് നാശത്തിന്റെ വഴി. നാം ഏത് വഴിയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്? ദൈവങ്ങളെ നാം ദൈവങ്ങൾ തീർച്ചയായിട്ടും അവർ ജീവന്റെ വഴിയാണ് നമുക്ക് ആവശ്യമായിരിക്കുക. ആ വഴിയാണ് നമ്മൾ ദൈവം നമ്മളെ നടത്തുന്നത്. ആ വഴി ഇടുക്കവും ഞെരുക്കവുമാണ്. ആ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ കൂടി നാം കടന്നു പോകുന്നെങ്കിൽ നമുക്ക് നിത്യമായ ഒരു സ്വർഗീയ സന്തോഷം അനുഭവിക്കുവാൻ ദൈവമായിട്ടുള്ള ഒരു കൂടിയ ഒരു സന്തോഷത്തിലേക്ക് നടത്തുവാനും ഈ നാളിൽ ദൈവം നമ്മെ സഹായിക്കും. ആ വിശാലമായ വഴിയിൽ കൂടിയാണ് നമ്മുടെ നമ്മുടെ ഓട്ടം. എന്നാൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ ജീവന്റെ വഴിയിൽ കൂടി നാം രക്ഷിതാവിലേക്ക് എത്തുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ദൈവമേ നാം ഇഷ്ടമായ ആലോചന നടക്കാതെയും ഭാവിയിൽ വഴി നിൽക്കാതെയും പരിഹാസങ്ങളെ പ്രതികരിക്കാതെയും പിന്നെ സന്തോഷിക്കുന്ന ഭാഗ്യമായി ഒരു ഭാഗ്യ മനുഷ്യനായി, ഒരു ഭാഗ്യവതിയായി, ഒരു ഭാഗ്യ മകളായി തീരുവാൻ ഈ നാളിൽ നാം ആഗ്രഹിക്കട്ടെ. ഈ കാര്യങ്ങൾ ഏറെയില്ല. അവർ ഒരു അവരുടെ വരവേറ്റു മാത്രമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം ഒരിക്കൽ കൂടി പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പുതുക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവന്റെ ആ അവകാശിയാകുവാൻ നമ്മുടെ കർത്താവ് താമസത്തിനാൽ കടന്നു വരും. അവന്റെ വരവിൽ നമ്മൾ കാണപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ചെറിയ സന്ദേശത്തിൽ നിന്നും ദൈവത്തിനെയും നിങ്ങളെയും എല്ലാവരെയും ദൈവം നമ്മളെ വഴി നടത്തണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. സഭ വേറെ വ്യത്യാസമില്ലാതെ നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട്, നമ്മുടെ ശക്തിയുണ്ട്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏത് വൻ കാര്യങ്ങളെയും നേടിയെടുക്കുവാൻ സാധിക്കും. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതിനെ അല്പസമയം തന്ന കർത്താവിന്റെ ദാസനും മറ്റുള്ള എല്ലാവർക്കും ഒരു കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ ശരിയാവതിൽ നിന്നും പ്രവഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം അല്പസമയം ആമേൻ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ ജോണച്ചാനെ കർത്താവ് ബലപ്പെടുത്തിയതായി ഞാൻ സ്തുതിക്കുകയാണ്. ആമേൻ. ചോദിച്ചാൽ ഞാൻ ജോണച്ചാൻ ഇങ്ങനൊന്നും വിചാരിച്ചതുള്ള കാര്യമൊന്നും ആയിരിക്കുന്നില്ല. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ആമേൻ ദൈവമക്കളുടെ ഇടയ്ക്ക് വേദികളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം. പക്ഷെ നമ്മളെല്ലാം കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതികളുണ്ട്. അതിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല, നമ്മൾ നിശ്ചയിക്കുന്ന രീതിയിലല്ല ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന് ചില പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ചെയ്തെടുക്കാനുണ്ട്. ആമേൻ. ഇന്ന് രാത്രി കാലം ആമേൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവിനെ അല്ലെങ്കിൽ ഉയർത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൊടുത്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് ആമേൻ അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പിന്നെയും ആലലിയ ജോണച്ചാനെ കർത്താവ് ബലപ്പെടുത്തട്ടെ. അനേക ഇടങ്ങളിൽ അനേക ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ വചനം പറയുവാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും അതിനുള്ള ജ്ഞാനവും വിവേകവും ഒക്കെ കർത്താവ് നൽകി കൊടുക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ മധ്യയിലായിരിക്കുന്ന ആമേൻ സുരേന്ദ്രൻ പാഷ മുമ്പോട്ട് കടന്നു വരും. ആമേൻ. അതിനെ തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് പങ്കുവെക്കും. നമുക്കത് വളരെ ശ്രദ്ധയോടെ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ആയിരിക്കാൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. Praise the Lord.
ദൈവത്തിന്റെ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി കർത്താവിൽ പ്രിയനായ ജോസഫിന്റെ ഭവനത്തിൽ പ്രാവശ്യം കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ കടന്നവരുടെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇന്ന് ഔചാരികമായിട്ടാണ് കടന്നു വന്നത്. ഞാൻ മണക്കാട് ദിവസങ്ങളായി പനിയായിട്ട് ഇങ്ങനെ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മണക്കാട് എന്തെല്ലാം എന്തൊക്കെയാണ് ആദ്യം പറഞ്ഞതെങ്കിൽ ഞാൻ നിർബന്ധിച്ച് പോകാം എന്നും പറഞ്ഞ് ഞങ്ങൾ കടന്നു വന്നതാണ്. ആളുകളുടെ സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ ഉണ്ടാകും തിരുവചനങ്ങളെ സംസാരിക്കുകയൊക്കെ നമ്മൾ കേട്ട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രത്യാശയോട് കടന്നു ദയായി തീരും എന്നുള്ള പ്രത്യാശയോട് ഞങ്ങൾ ഭവനത്തിൽ ഞങ്ങൾ നെല്ലിക്കുന്നം വരെ നടന്ന് അവിടെ നിന്ന് ആട്ടോ വിളിച്ച് ആണ് ഇവിടെ കടന്നു വന്നത്. സ്തോത്രം. കിടക്കുന്നപ്പോൾ ഇവിടെ ആരും തന്നെ വന്നില്ല. അപ്പോൾ ജോണച്ചൻ പറഞ്ഞു ഇന്ന് അപ്പോൾ നമ്മൾ തന്നെ കാണത്തോളം തോന്നുന്നു. ദൈവം നിങ്ങളെല്ലാവരും കൂടി വരുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ നല്ല മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ നമുക്കിടയായി തീർന്നു. നമ്മുടെ അനുഭവത്തോട് ചേർന്നുള്ള ഗാനങ്ങൾ ആ രണ്ട് പാട്ടും അല്ലെങ്കിൽ സ്തോത്രം വളരെ പ്രത്യാശ ഉളവാക്കുന്ന ഒരു വിശ്വാസിയെ ഒരു ദൈവവൈദ്യനെ പിന്നെയും ജീവിതത്തിൽ ഉറപ്പിച്ച് വീണ്ടും ഉറപ്പിച്ച് നിർത്തുന്ന ആശയങ്ങളോട് കൂടിയ അല്ലെങ്കിൽ നല്ല ഗാനങ്ങളാണ് ഇന്ന് രാത്രി അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് പാടുവാനിടയായത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനോട് ചേർന്ന് ഹല്ലേലൂയ എന്നുള്ള സ്തോത്രം ഒരു തിരുവചന ഭാഗം വായിച്ച ചില കാര്യങ്ങൾ പങ്കുവെച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 5-ാമത്തെ വാക്യം ഇന്ന് രാത്രി നമുക്ക് മുഖവരയായി ഹല്ലേലൂയ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ സഹായിക്കട്ടെ. എബ്രായ ലേഖനം ഹല്ലേലൂയ സ്തോത്രം. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഇവിടെ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഹല്ലേലൂയ സ്തോത്രം എഴുതി അറിയിക്കുന്ന ഒരു എബ്രായർക്ക് എഴുതി അറിയിക്കുന്ന കർത്താവിന്റെ ഒരു ആലോചനയാണ് നമുക്കിവിടെ വായിക്കുന്നത്. കർത്താവ് മകനെ, കർത്താവിനെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഹല്ലേലൂയ. നന്ദിയുടെ സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി കാലം നമുക്ക് സ്തോത്രം യഹോവ നൽകുന്ന പരീക്ഷകളും പരിഹാരങ്ങളെ കുറിച്ച് പാടുകൾ നമുക്ക് സന്തോഷിപ്പാൻ ഇടയായി തീർന്നു. ആദ്യത്തെ പടം എന്ന് പറഞ്ഞ ലോകമോഹങ്ങൾ നമ്മെ വേട്ടയാടുമ്പോൾ അതിലേക്ക് ചാഞ്ഞു പോകാതെ ദൈവത്തിൻ്റെതായിരിക്കുന്ന ആ പ്രത്യാശയിലേക്ക്, കർത്താവിന്റെ നന്മയിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ഒരു ഭക്തന്റെ ഗാനമായി നമുക്ക് ആദ്യമായി നമുക്ക് പാടുവാനിടയായി. ഇന്ന് രാത്രി പൗലോസ് പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് കർത്താവിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയും അരുത് എന്നാണ്. ദൈവത്തിന്റെ തിരുവനന്തപുരം നമ്മൾ പഠിക്കുമ്പോൾ 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബിന്റെ മകനായിരിക്കുന്ന യോസേഫിനെ യഹോവയായ ദൈവം അനുഗ്രഹിച്ച് തിരഞ്ഞെടുത്ത് തന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ വെച്ച് യോസേഫിനെ പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകി സ്വപ്നക്കാരനായി ദർശനക്കാരനാക്കി ഒരു അഭിഷേകം ഉള്ളവനാക്കി യോസേഫിനെ മാറ്റുമ്പോൾ യോസേഫ് തന്റെ സഹോദരന്മാരോട് പറയുന്നുണ്ട്, ആ സൂര്യനും ചന്ദ്രനും മരുന്ന് നക്ഷത്രവും കൂടെ എന്നെ നമസ്കരിക്കുന്നു. നമ്മൾ വയലിലായിരിക്കുന്നു, എന്റെ കട്ട നിവർത്തിക്കുന്നു, എല്ലാ കട്ടകളും നമസ്കരിക്കുന്നു എന്ന് യോസേഫ് തന്റെ വെളിപ്പാട് ആ ദൈവം കാണിച്ചിരിക്കുന്ന ദർശനങ്ങളെ സഹോദരന്മാരോട് പറയുമ്പോൾ സ്തോത്രം സഹോദരന്മാർക്ക് യോസേഫിനോട് വിരോധം ഉണ്ടാകുവാനിടയായി. സ്തോത്രം. യോസേഫിനെ
വലിയ പൈതലായി ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവനായി ദർശനമുള്ളവനായി ദൈവത്തെ അഭിഷിക്തനായ യോസഫ് നിൽക്കുമ്പോൾ യോസഫിനെ തകർത്ത് കളയുവാൻ അവനെ ഉന്മൂലനം ചെയ്യുവാൻ സ്വന്തം സഹോദരന്മാർ മുന്നോട്ട് കടന്നു വന്ന് അവനെ ശിക്ഷിക്കുകയും ഉപദ്രവിക്കുകയും മുട്ടമിട്ട് തലയിരുന്നാണ് നമുക്ക് അധ്യായത്തിൽ കാണുവാൻ കഴിയും. പ്രിയമുള്ളവരുടെ സ്തോത്രം. എബ്രായ വിശ്വാസങ്ങളോട് പൗലോസ് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ വേർപെട്ട് ദൈവത്തിന്റെ ഭാഗത്ത് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ യഹോവയായ ദൈവം നിൽക്കുന്ന ചില പരീക്ഷകൾ, ചില ശോധനകൾ ജീവിതത്തിലേക്ക് ദൈവം നൽകും എന്ന് സ്തോത്രം വാസ്തവമായി ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുകയാണ്. സ്തോത്രം. ആളിന്റെ പെരുമറ്റിലല്ല, ആത്മാവിന്റെ ഒരുക്കത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ശക്തിയായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറയുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ ലോകത്തിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവത്തിന് ഇഷ്ടം നിവർത്തിക്കേണ്ടതിന് സ്തോത്രം അവൻ തകർക്കപ്പെടുവാനിടയായി എന്നതിലൂടെ സ്തോത്രം. കർത്താവ് എന്ന് പറയുന്നത് സമയമായി എല്ലാം നിവൃത്തിയായി, എങ്കിലും എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറണമെന്ന് ക്രിസ്തു തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധാനത്തെ പ്രിയ ദൈവജനമേ, നാമല്ല ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ നിറവേറേണ്ടത്. പറയാറുണ്ട്, എന്റെ ഇഷ്ടമൊന്നുമല്ല പ്രിയരെ, നിന്റെ ചൊല്ലി നിറവേറണമെന്ന്. ഈ നാളുകളിൽ ആരും അത് പറയത്തില്ല. എന്റെ ഇഷ്ടം നിറവേറ്റണം, എന്റെ ഇഷ്ടം നിറവേറ്റണം എന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ഓടി സ്തോത്രം വെള്ളത്തിന്റെ കുള പോലെ പൊട്ടിപ്പുറത്ത് പോകുന്ന അനുഗ്രഹങ്ങളും നന്മകളും തേടി അനേകരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം. നമുക്ക് നമ്മുടെ പ്രാണപ്രിയുടെ സന്നിധിയിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ സാധിക്കും? സ്തോത്രം. എനിക്ക് മുന്നേ പറഞ്ഞതുപോലെ ദുഷ്ടന്മാരെ ആലോചന പ്രകാരം നടക്കാതെ, പാപികൾ വഴി നിൽക്കാതെ, പരിഹാസികളെ പ്രതികരിക്കാതെ ദൈവത്തിന്റെ വചനത്തിൽ മാത്രം വേർതിരിക്കൊണ്ട് ആചരിക്കുന്ന വൃക്ഷം പോലെ പച്ചയോടുകൂടെ ഇല വാഴാതെ ശക്തിയോടെ ആത്മാപ്രേരണയോടെ ദേശത്തെ വിശ്വസതയോടെ കർത്താവിന്റെ സ്ഥലം നിൽപ്പാൻ നമ്മുടെ സ്തോത്രം. നമ്മുടെ തീരുമാനമെടുക്കേണ്ടതാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് ലോകത്തായിരിക്കുമ്പോൾ അവൻ 40 ദിവസം ശേഷമായി അവനെ പിതാദൈവം മരുഭൂമിയിലേക്ക് നടത്തുവാനിടയായി. അവനെ പരീക്ഷിക്കപ്പെടേണ്ടതിനും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് വരുന്ന അനർത്ഥങ്ങൾ, നമുക്ക് വരുന്ന ചെറിയ ചെറിയ ശോധനകൾ, ഇതെല്ലാം ദൈവഹിതമാണ്. ആഭികാരമൊന്നുമല്ല, വിളിച്ചു നേർച്ചയൊന്നുമല്ല. കർത്താവ് നമ്മെ ഇന്ന് രാത്രി സ്തോത്രം നമ്മെ ശോധന ചെയ്യുകയാണ്. അവൻ നമ്മെ തട്ടാൻ തന്റെ പൊന്ന് ഉലയിട്ട് പഠിപ്പിച്ച കീഴം തട്ടിക്കളയുന്നത് പോലെ ആരാധനയിൽ ഇന്ന് രാത്രി ദൈവമേ എന്നോട് ഇടപെടണമേ. എന്നെ ഉലയിലേക്ക് കയറ്റി വെക്കണമേ, എന്നെ കിഴത്ത് തട്ടിക്കളയണമേ, എന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരണമേ എന്ന് ഒന്ന് പ്രാർത്ഥനയാണ് ദൈവമക്കളെ വേണ്ടത്. എന്നെ ഒന്ന് പരീക്ഷിക്കണമെന്നാണ്. കർത്താവ് നമ്മെ പരീക്ഷിക്കണം. അവനെ പരീക്ഷയ്ക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ള സ്തോത്രം. ഈയോ പറയുന്നത് അങ്ങനെയാണ്. ദൈവം എന്നെ പരീക്ഷിച്ചു. ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഞാൻ എന്റെ ശരീരം ദ്രവിച്ചു പോയിരുന്നാലും എന്നെ യേശുവിനെ ഞാൻ കാണുമെന്ന് ദൈവം പറയുകയാണ്. യോസഫ് ദർശനമുള്ളവനായി, വെളിപ്പാടുള്ളവനായി സഹോദരന്മാരെ മധ്യത്തേക്ക് ചെല്ലുമ്പോൾ അവനെ ഉപദ്രവിച്ച് അവനെ പുട്ടങ്ങളിൽ തള്ളിയിട്ട് അവനെ വിദ്യയിലേക്ക് വിൽക്കുവാനിടയായി, അവനെ തകർക്കുവാൻ അവനെ നോക്കിയിരുന്നതിലൂടെ സ്തോത്രം. അവൻ അപ്പോഴും യോസഫിന്റെ ഹൃദയത്തിൽ പ്രതികാരശാലി ചിന്തയൊന്നുമില്ല. അവൻ പല ദൈവത്തിന്റെ പരീക്ഷയാണ്. ദൈവനെ ശോധന ചെയ്യുകയാണ്. അവനെന്നെ നിർത്തും. ഈ കച്ചയിൽ നിന്ന് അവരെന്നെ വെടിവെക്കുമെന്ന് യോസഫ് ശക്തിയോടെ അവൻ വിശ്വസിച്ചിരുന്നു. അവന്റെ വിശ്വാസത്തിന് വലിയ പ്രതിഫലമുണ്ടായി. പ്രിയമുള്ളവരെ സ്തോത്രം. യോസഫ് എല്ലാം സഹിച്ചു. നിങ്ങളുടെ സ്തോത്രം. അവനെ ദൈവം ഉയർത്തുവാനിടയായി. നമുക്ക് വരുന്ന പരീക്ഷകൾ
നമുക്ക് വരുന്നതായ പ്രതികൂലങ്ങളൊക്കെ ആളുകൾ ദൈവത്തിന്റെ ശോധനയാണ്. ഹല്ലേലൂയ. അങ്ങനെ വേണം നമ്മൾ വിശ്വസിക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമുക്ക് പരീക്ഷയ്ക്കായി തരുന്നെങ്കിൽ പരിഹാരം ദൈവത്തിന്റെ പക്കലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ സങ്കടപ്പെട്ടു പോകും ദൈവത്തിന് പഠിക്കുമ്പോൾ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മജീവിതം വരുന്ന പരീക്ഷകളിലൂടെ ഉള്ളവരിക്കുക. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് മിതമായ പരീക്ഷ കഷ്ടതകളും പട്ടിണികളും നഗ്നതകള് ആപത്തുകള് ഇല്ലായ്മകള് ആക്ഷേപങ്ങള് പരിഹാസങ്ങള് നിന്ദകള് ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വന്തം പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? അവന്റെ ശിക്ഷയാണ്. അതേപോലെ നിരസിക്കരുത്. എനിക്ക് ശിക്ഷ വേണ്ട. കർത്താവേ, ശിക്ഷിച്ച് എന്തിനാണെന്ന് നമുക്ക് ചോദിക്കാൻ അധികാരമില്ല. അങ്ങനെ പാടിയത് എന്തിനും നമ്മൾ ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. സ്വത്രം. അവൻ ഉറങ്ങാത്തവരും മയങ്ങാത്തവരുമാണ്. അവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാ. പ്രിയമുള്ളവരെ സ്തോത്രം. അതുകൊണ്ട് എന്തിനും നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിക്കുക. അത്ര വേണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ പൗലോസ് കാലഘട്ടത്തിലായിരിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാന കുലുക്കുവാനിടയായി. സ്തോത്രം. അടിസ്ഥാന തകരുവാനിടയായി. പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ പരീക്ഷയാണ്. ദൈവമെന്നെ ശിക്ഷിച്ചതാണ്. അവനെന്നെ സ്തോത്രം പരീക്ഷയ്ക്കായി അവനെ കാരാഗ്രഹത്തിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പരിഹാരം അവന്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി അവൻ എന്റെ ബന്ധനങ്ങളെ മാറ്റി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ വരച്ച് അവനെ സ്വന്തമാക്കി പുറത്തു കൊണ്ടുവരുമെന്ന് പൗലോസിന് അറിയാം. അതുകൊണ്ട് പൗലോസ് എബ്രായ വിശ്വാസികൾ പറയുകയാണ്, നിങ്ങൾ അവരെ ശിക്ഷ നിരസിക്കരുത്. എനിക്കൊരു അനർത്ഥവും ഒരു ശിക്ഷയും പറയരുത്. എനിക്കങ്ങ് നല്ല രീതിയിൽ ജീവിച്ചങ്ങ് പോകണമെന്ന് സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനെ സ്തോത്രം. ദൈവം നമ്മെ അനേക കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നുണ്ട്. നമുക്ക് സുഖത്തോടെ ജീവിക്കുന്നില്ല. നമ്മളെ അനേക കഷ്ടങ്ങളിലൂടെ കർത്താവ് കാലിന് ചിലപ്പോൾ ചങ്കടലിൽ കൂടെ ആയിരിക്കും, ചിലപ്പോൾ പർവ്വതനിരകളായിരിക്കാം, ചിലപ്പോൾ ശത്രുവിന്റെ ആരവമായിരിക്കാം, ചിലപ്പോൾ തീരാ രോഗങ്ങളായിരിക്കാം. ഇതെല്ലാം ദൈവത്തിന്റെ പരീക്ഷ. രക്ഷിക്കപ്പെട്ട ദൈവമാകുന്ന ദൈവത്തിന്റെ മക്കള് എനിക്ക് ഇന്നത് ഇല്ല എന്നല്ല, എല്ലാം ദൈവമാണ്. ദൈവം എല്ലാത്തിനും മതിയായവനാണ്. യോസഫിനെ ജയിലിലേക്ക് വിട്ടേറിയപ്പോൾ അവൻ വിശ്രമിച്ചെത്തുവാനെ ദൈവം അവനെ ഉയർത്തി. അവനെ സഹോദരന്മാർ ഉപദ്രവിച്ചപ്പോൾ കൊട്ടക്കത്ത് തള്ളിയിട്ടപ്പോൾ അവന് പിന്മാറി ഓടിപ്പോകാമായിരുന്നു. എന്നാൽ അവന്റെ ദർശനം, അവന്റെ വെളിപ്പാട്, ഒരു അവസരമുണ്ട്, ഒരു സമയമുണ്ട്. അതിനായി അവൻ ഓടി. സ്തോത്രം. ദൈവത്തിന്റെ തിരുമല, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ശബ്ദം വെറുതെ പുറപ്പെടുകയില്ല. അതിന് സമാപ്തിയിലേക്ക് വ്യക്തപ്പെടുകയാണ്, ഓടുകയാണ്. അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം ഒരു അരുളപ്പാടിച്ചിട്ടുണ്ടെങ്കിൽ അശക്തമായ നിറവേറും. എല്ലാവരും വന്നിരുന്നപ്പോൾ കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ ആരാധിക്കുന്നതിന്റെ നേരത്തിൽ ഭയങ്കരാവരായ ശക്തി, മന്ത്രവാദി, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ കൊടുക്കുന്ന ഭവനത്തിന്റെ മുഖത്തോട്ട് അതിന്റെ അടുത്തോട്ട് നോക്കിയാൽ നമ്മൾ പ്രസംഗിക്കുന്നത്. സ്തോത്രം. എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. ഞങ്ങളെ പ്രദേശത്ത് പ്രാർത്ഥന വരുമ്പോൾ സ്തോത്രം, ഞങ്ങൾ രോഗിക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തിരുമ ചേച്ചിക്ക് സുഖലാതെ നടക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റും. ഞങ്ങളുടെ അടുത്തുള്ള രണ്ട് പിതാക്കന്മാർ ഞങ്ങളോട് കൂടെ സമയത്താണ് ശീലാസിന്റെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥന കൊടുത്തു. ചേച്ചി പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കണം. പക്ഷെ ആശയുടെ ഉപദ്രവമാണ്. ഭർത്താവ് പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങള് ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ആ സമയത്ത് വന്ന് ഞങ്ങൾ അടുത്ത വീട്ടിൽ വന്നിരിക്കാം. അദ്ദേഹം ജോലിക്ക് പോയി മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഓടി വരുന്നു. ഓടി ഞങ്ങളെ ഇറങ്ങടാന്ന് ഓടി പറഞ്ഞു. ഞങ്ങളെ ഊരിലേക്ക് ഞങ്ങളെ പ്രാർത്ഥന പൈതി വെച്ച് നിർത്തി ഞങ്ങൾ അറിയിച്ചു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവങ്ങൾ
എൻ്റെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നെ അറിയിച്ച് ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് കുന്താലിയിലെ കഴിഞ്ഞേക്ക് വരുവാണ്. സ്വന്തം ഹല്ലേലൂയ. അത്ര ഹല്ലേലൂയ ശക്തിയുള്ള പൈശാചിക പ്രവർത്തനമുള്ള ദേശമാണ്. ചിലക്കറിയാൻ ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്തോത്രം. അങ്ങനെ അനുഭവം ഞാൻ മന്ത്രി മുക്കിലുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് അവിടെ. ഞാൻ അവിടെ വന്ന വീട് നമ്മൾ ഉദ്ഘാടനം വന്നപ്പോൾ ഞാൻ കൊണ്ട് നോക്കിയാൽ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സ്തോത്രം അതിലുള്ള പ്രവർത്തനത്തിൽ വളരെ രീതിയിൽ പൈശാചിക പ്രവർത്തനം ഉണ്ടാകുമെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ മിനിസിസ്റ്ററോട് പറഞ്ഞപ്പോൾ മിനിസിസ്റ്റർ പറഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ വന്ന് രാത്രി കാലം പ്രാർത്ഥിക്കുമ്പോൾ ദർശനത്തിൽ കണ്ടു. സ്തോത്രം. നമ്മൾ പതറിപ്പോകരുത്. ഞങ്ങളുടെ വീട്ടിൽ ഒരു മാസയോഗം നടക്കുമ്പോൾ ഇതിന് കിടക്കേണ്ടവൻ അവിടെ വന്ന് വഴക്കുണ്ടായി. അന്ന് നമ്മുടെ സമരത്തലമ ദേവി ഒരു വിറവിൻ്റെ കുളത്തിൽ അദ്ദേഹം അടിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ മാസം വലമ്പലപ്പെടുത്തി ഒരു പ്രവർത്തന രീതിയാണ്. അതുപോലെ മുട്ടുള്ള പ്രദേശത്തെ കുറിച്ചൊക്കെ അങ്ങനെയാണ് അവർ ശക്തിയായി ഹല്ലേലൂയ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അനുഭവിച്ച ഹല്ലേലൂയ അതിന് കഠിനമായ വേദനകളും ഭാരങ്ങളും ശിക്ഷകളും വിശ്വാസം പറയുന്നത് യഹോവയായ ദൈവമാണ് നിങ്ങൾക്ക് ശിക്ഷ തരുന്നത്. അവനാണ് നിങ്ങളെ പരിപാലിക്കുന്നത്. അവൻ നിങ്ങളെ സ്തോത്രം. അവൻ നിങ്ങളെ ശാസിക്കുമ്പോൾ നിങ്ങൾ മുഷിയരുത്. സ്തോത്രം. ദൈവം നമ്മെ ശാസിക്കും, ദൈവം നമ്മെ ശിക്ഷിക്കും, ദൈവം നമ്മെ അടിക്കും. അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മളെ ശിക്ഷിക്കും. നമ്മളെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവം ഊതി കാറ്റുന്നത് പോലെ നമ്മെ ക്രമപ്പെടുത്തേണ്ടതിന് നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന് ദൈവം ചില പരീക്ഷകളിലൂടെ നമ്മൾ നടത്തും. അപ്പസ്തലനായ പൗലോസ് ദൈവത്തിന്റെ പരീക്ഷയിൽ അകപ്പെടുവാനിടയായി അവനെ ദമസ്കോസിന്റെ വഴിപാടിൽ വെച്ച് പഠിക്കുന്നത് വരെ അവൻ ഒരു അനർത്ഥവും ഉണ്ടായിരുന്നില്ല, അവൻ ഒരു പ്രതികൂലവും ഉണ്ടായിരുന്നില്ല. ദൈവം അവനെ തൊട്ടപ്പോൾ ദൈവത്തിന് കടന്നപ്പോൾ പൗലോസിന് ചില ശക്തികൾ എതിർപ്പാനിടയായി, ചില പരീക്ഷകൾ നേരിട്ടു, ചില പ്രതികൂലം നേരിട്ടു. അവൻ കാലങ്ങളിൽ അടയ്ക്കപ്പെടുവാനിടയായി, കപ്പൽ ഛേദമുണ്ടാകുവാനിടയായി, അവൻ അടികൊള്ളുവാനിടയായി, 40 അടികൊള്ളുവാനിടയായി. അനേക കഷ്ടങ്ങളിൽ കടന്നുപോയ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ സ്തോത്രം ശിക്ഷ നിങ്ങളെ രസിക്കരുത്. ദൈവമക്കളെ ശിക്ഷ ദൈവത്തിന്റെ ശിക്ഷ അത് പ്രാർത്ഥിച്ച് അതിന് വിജയം നേടുക എന്നുള്ളതാണ്. സ്തോത്രം. യോസഫിന് സഹോദരന്മാർ അവൻ വെളിപ്പാട് പറഞ്ഞതുകൊണ്ട്, അവൻ ദർശനം പറഞ്ഞതുകൊണ്ട് അവനെ ചെയ്യാവുന്ന പങ്കപ്പാടെല്ലാം ചെയ്ത് അവനെ തകർത്ത് അവനെ വീട്ടുകളയുവാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം. എങ്കിലും യോസഫ് അവൻ വളരെ സഹിഷ്ണുതയുള്ളവനായി. ഹല്ലേലൂയ. സ്തോത്രം. അവൻ മിസ്രയീമിൽ ചെന്നെത്തുവാനിടയായി. ഹല്ലേലൂയ. അവന് അവിടെ ചെന്നപ്പോൾ കിട്ടിയ നന്മകൾ, കിട്ടിയ പദവികൾ, കിട്ടിയ അനുഗ്രഹങ്ങൾ, വിലകൾ സ്തോത്രം. വിലകൾ കിട്ടുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാട് നിറവേറുവാൻ സമയങ്ങൾ വേണ്ടിവരും. ദുർഘട പേരുകൾ സഞ്ചരിക്കേണ്ടി വരും. കൈപ്പാലും അന്യമോ മധുരമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്തോത്രം. നമ്മുടെ കർത്താവിനെ പരിപൂർണയിലേക്ക് നടത്തണം. പരീക്ഷിക്കപ്പെടേണ്ടത് ചില പരീക്ഷകൾ ചെന്നപ്പോൾ പരീക്ഷകളൊക്കെ സംസാരിക്കാനിടയായി. വചനത്തിലൂടെ ശക്തമായി നിൽക്കുവാനിടയായി. നന്ദിയോടെ സ്തോത്ര പിതാവ് അവനെ പരീക്ഷിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിനെ വിശ്വസിച്ചിറങ്ങിയിരിക്കുന്ന നാം, അവനെ ധരിച്ചിരിക്കുന്ന നാം, അവന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന നാം, അവന്റെ ക്രൂശിനെ ഓരോ ദിവസവും ഒരുത്തൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് ചെയ്യണമെന്ന് അന്നത്താൻ ത്യജിച്ച് എന്റെ ക്രൂശിനോട് നാളോടും പറയൂ. ആരെങ്കിലും അനുഗമിക്കുമോ? ഹല്ലേലൂയ. സ്തോത്രം. കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവമേ എന്തിനാണ് എനിക്ക് കഷ്ടം നൽകുന്നത്? രോഗം വരുമ്പോൾ എന്തിനാണ് എനിക്ക് രോഗം നൽകുന്നത് പറയും.
ഹല്ലേലൂയ സ്തോത്രം. ഇതെല്ലാം ഓരോ ദിവസവും ഹല്ലേലൂയ എന്നെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ഒരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കുന്നതിനൊന്നും താല്പര്യം ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കണം. ഹല്ലേലൂയ എനിക്കൊരു ദൂത് കിട്ടണേ, ഹല്ലേലൂയ എന്നോട് പ്രവചിക്കണമെന്ന്, ഹല്ലേലൂയ എന്റെ കുറവശങ്ങളെ കണ്ടെടുക്കുവാൻ അവസരം എനിക്ക് തരണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ കോർട്ടിൽ പഠിക്കുമ്പോൾ എല്ലാവരും സംഘത്തിൽ പ്രബോധനങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ട് എല്ലാം ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതാർക്കാണ്? ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൽ വെച്ചിരിക്കുകയാണ് പ്രവചനങ്ങൾ. ഹല്ലേലൂയ. എന്റെ കുറ്റം എനിക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ പോരായ്മ എനിക്ക് അറിയണം. ഹല്ലേലൂയ സ്തോത്രം. അത് ആത്മാവിന് സംസാരിക്കണം എന്നുള്ളതാണ് ഹല്ലേലൂയ എന്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ആലോചന കേട്ട് അതിന് കീഴ്പ്പെട്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് വളരെ ഹല്ലേലൂയ താഴ്മയോടെ ദൈവത്തിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഭാഗമാകണമെന്നില്ല. ഹല്ലേലൂയ അനേക ഹല്ലേലൂയ ഐക്യ കൂട്ടായ്മകൾ അനേക കൂട്ടായ്മകളിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സാമ്പലങ്ങൾ അങ്ങനെ തുടങ്ങിയ കൊട്ടാരങ്ങൾ ഒരുപാട് നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മകൾ സംഘടനകളെല്ലാം ഞാൻ അതിൻ്റെയൊക്കെ ഭാരവാഹികളായ അവരുടെ കൂടെ ഇഷ്ടംപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ പല സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നെല്ലാം പിന്മാറി ഒരു എളിയ സഹോദരനെ പോലെ ഒരു എളിയ ശുശ്രൂഷനെ പോലെ എന്നാൽ മതി. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ പൗലോസ് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം വിളിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ദൈവമാണ് എന്നെ കാരാഗൃഹത്തിൽ കൊണ്ടിട്ടത്. ദൈവം എന്നെ വിടുവിക്കുവാൻ ശക്തനാണെന്ന് പൗലോസിന് മനസ്സിലായി. അതുകൊണ്ട് ഹല്ലേലൂയ അവൻ എബ്രായരോട് പറയുകയും ചെയ്യുകയാണ്, ഹല്ലേലൂയ അവന്റെ ശിക്ഷ നിരസിക്കും. ഹല്ലേലൂയ അവൻ നിങ്ങളെ തല്ലും. ഹല്ലേലൂയ ഒരു പിതാവ് മക്കളെ തല്ലുന്ന പോലെ തല്ലും. എന്തിനാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് തന്ന കച്ചടകൾ ഹല്ലേലൂയ അവൻ തരുന്നതാണ്. ഹല്ലേലൂയ പരിഹാരം അവന്റെ മക്കളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇത് രാത്രി നമ്മൾ എന്തെങ്കിലും ചോദിക്കേണ്ട കാര്യമില്ല. ദൈവം തന്റെ പ്രിയന്മാർക്ക് ഉറക്കത്തിൽ കൊടുക്കും. ഹല്ലേലൂയ വിടുതൽ കൊടുക്കും. ഹല്ലേലൂയ സമാധാനം കൊടുക്കും. ഹല്ലേലൂയ സന്തോഷം കൊടുക്കും. ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം നമ്മെ കരം പിടിച്ച് താങ്ങുന്നവരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരിക്കൽ ഒരു 2012 ഞാൻ സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ട് ഞാൻ പ്രസ്ഥാനത്തിന്റെ ഇതാണ് നിൽക്കുമ്പോൾ ഞാൻ ആർമാരൂർ തിരുവച്ചൂർ എന്ന സ്ഥലത്ത് ചർച്ചിൽ പോയിട്ട് ഞാൻ മടങ്ങി. കോട്ടയത്ത് വന്നിട്ട് ചന്തക്കവരായി ചന്തക്കത്തുറക്കരുന്നു. വന്നപ്പോൾ ഒരു 3 പേര് ആട്ടോയിൽ വന്ന് ഞാനിങ്ങനെ വരുവാ. ആട്ടോയിൽ എൻ്റെ അടുത്ത് വന്ന് ആട്ടോ തൊട്ട് ഇവിടെ പോയി സ്റ്റാൻഡിലോട്ട് വന്നു. എന്നെ അവർ രണ്ടുപേരും പിടിച്ച് ആട്ടിലെത്താൻ കയറ്റി. കയറ്റി എന്നെ അവർ നടുക്കിരുത്തി. ഇരുത്തിട്ട് അവര് സ്റ്റാൻഡോട്ടല്ല പോകുന്നത്. അവരുടെ ബാഗൊക്കെ മേടിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി അവരെന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവാൻ. 1 മണിക്കൂർ കോട്ടയം ചന്തക്കകത്തൂടെ അല്ല അവരെന്നിട്ട് കറക്കിയിട്ട് എൻ്റെ ബാഗെല്ലാം എടുത്ത് നോക്കി. നോക്കിയ ബാഗിൽ കോട്ടയത്ത് കൊണ്ടായുള്ള പൈസ എൻ്റെ ബാഗ് പേഴ്സിലുണ്ട്. ബാക്കി ഒത്തിരി പൈസ ഞാൻ വാനിൻ്റെ ഒരു ചെറിയ പോക്കറ്റിൽ വെച്ചിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അവരിടയ്ക്കിരുന്ന് എന്തോ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അവരെന്നെ പലവിധമായ കാര്യങ്ങളൊക്കെ ചോദിക്കും, പറയും, ക്വസ്റ്റ്യൻ ചെയ്യും. ആ കോട്ടയം ടൗണിലെല്ലാം 1 മണിക്കൂർ എന്നിട്ട് കറക്കി അവർ അവസാനം പാസ്റ്ററല്ലേ എന്നും പറഞ്ഞ് തന്നെ തന്നെ അവരുടെ അപ്പുറത്തൊരു സിനിമാ കേസിൻ്റെ ഭാഗത്ത് നിന്ന് പോയി. അവരെൻ്റെ പോക്കറ്റ് അടിക്കാൻ എന്നെയുള്ള പൈസ എല്ലാം പിടിച്ചു വെച്ചിട്ട് കൊണ്ടുപോയി. അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ തെളിയിച്ചു പറഞ്ഞ് രക്ഷപ്പെട്ടൊരു കാര്യമായി. ഞായറാഴ്ച ആരുമില്ല. പ്രൈസറോ ആലേലിയ സ്തോത്രം. ആലേലിയ അങ്ങനെ ഒരു ദേശത്തേക്ക് അകപ്പെടുവാനിടയായി. ആലേലിയ സ്തോത്രം. ഇത് രാത്രി പറയട്ടെ, ആലേലിയ ഭൂമിയായ ദൈവം ആലേലിയ ഉയർത്തുവാൻ ശക്തനാണ്. പ്രൈസറോ ആലേലിയ നിങ്ങളുടെ സ്തോത്രം. യോസഫിനെ മിസ്രൈമിൽ കൊണ്ടെത്തിക്കുവാനിടയായി. ആലേലിയ അവിടെ അവനായിരിക്കുമ്പോൾ അവിടുത്തെ ആയിരിക്കുന്ന ആലേലിയ രക്ഷമന്ത്രിയായി ആൾക്ക് അധികാരമേറ്റുകൊണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ആലേലിയ നദിയുടെ സ്തോത്രം. ആലേലിയ തന്റെ സഹോദരന്മാരെ അവരുടെ അടുക്കലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനെ പഠിക്കുമ്പോൾ അധ്യായം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. അതുകൊണ്ട് ആലേലിയ ജോസഫ് എന്തിനാണ് എനിക്ക് പരീക്ഷ തന്നതെന്ന് ദൈവത്തോട് ചോദിച്ചില്ല. അവനെല്ലാം വളരെ സഹിഷ്ണുതയോടെ ആലേലിയ കാൽവരിയിലെ ക്രൂശിന്റെ ഭൂമിയായി ദൈവം ആലേലിയ രോമത്തിൽ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ
കഷ്ടങ്ങൾ ഏറ്റുകൊണ്ട് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ അവൻ നിന്നകൾ ഏറ്റുകൊണ്ട് അവൻ ഒന്ന് മിണ്ടാത്തവനായി നിന്നതുകൊണ്ട് ഹല്ലേലൂയ യോസേഫിനെ യഹോവയായ ദൈവം ഹല്ലേലൂയ ഉയർത്തുവാനിടയായി. ഹല്ലേലൂയ അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. അതാ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. എന്നിട്ട് എനിക്ക് ഒരു സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവൻ അന്യദേശത്തായിരുന്നിട്ടും സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി കരുതി. ആലയിലെ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി കരുതി. പ്രൈസ്തലോയുടെ സ്തോത്രം. ആലയിൽ നമ്മളെ ഏറ്റുകൊണ്ടായി വരും. ആലയിലെ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി സാധുക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ, ജാഗരിക്കുവാൻ ആലയിലെ പുറത്തിരിക്കുന്ന പ്രത്യാശയ്ക്കായി ഞാൻ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ എല്ലാവരും ഏകദേശം ഒരു പ്രായക്കാരൊക്കെയാണ് ആലയിലെ കർത്താവിന് വേണ്ടി വർദ്ധിച്ചു വരേണ്ട അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. അടികളും ശിക്ഷകളും തലവടലുകളും ആലയ പ്രശ്നങ്ങളും കടന്നു വരുമെങ്കിലും ഒറ്റക്കെട്ടായി ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ആലയിൽ നമ്മുടെ അവിടുത്തെ മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ ഞാൻ പല വീട്ടുകാർ വരുമ്പോൾ ഇന്ന് ഭയങ്കര ക്ഷീണമാണ്, ഇന്ന് മീറ്റിംഗ് കയറി പോകുന്നില്ല ഇന്നും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കിടക്കും. എന്നാൽ ആലയിലെ പ്രിയപ്പെട്ട ജോസ് ബ്രദർ അവിടെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് പാട്ട് വളർത്തുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ആലയ പിന്നെ എനിക്ക് ഭയങ്കര ആലയിലിയ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ആലയിൽ അവിടെയായി പ്രാർത്ഥന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ വലിയ ഉത്സാഹമാണ്. ആലയിലിയ നിങ്ങളുടെ സ്വന്തം അതിന് ആലയിലിയ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാണ്. ദൈവം ആലയം നടത്തുന്നവനും ഉയർത്തുന്നവനും സഹായിക്കുന്നതും അനുഗ്രഹിക്കുന്നതുമാണ്. പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്തോത്രം. ആലയിലിയ പൗലോസ് പറയുന്നത് അടിസ്ഥാന വിളകി ആലയ കാരാഗ്രഹത്തിൽ വലിയ സംഭവം ഉണ്ടാകുന്നതിനിടയായി ആലയ പൗലോസിന്റെ കാലയിലെ ബന്ധനങ്ങൾ അഴിയുവാനിടയായി ചങ്ങലെല്ലാം അഴിഞ്ഞു വീണു. അപ്പോൾ അവന് മനസ്സിലായി ദുഷ്ടൻ കെട്ടിയ ചങ്ങല അഴിഞ്ഞു വീണു. അത് ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ ശാസ്ത്രം നിരസിക്കരുത്. എന്നും പരീക്ഷ വേണം. പൗലോസ് പറയുന്നു ദൈവമക്കൾക്ക് എന്നും പരീക്ഷ വേണം, എങ്കിലേ ദൈവത്തിൽ അടുക്കാൻ പറ്റും. പരീക്ഷ എനിക്ക് നമ്മുടെ ദൈവത്തിൽ അടുക്കും ഇല്ല. അലേലിയ ഒരു അനർത്ഥം വന്നെങ്കിൽ ദൈവത്തെ കിട്ടുമോ? ഇല്ല. അലേലിയ ഒരു സ്തോത്രം. അപ്പോൾ ദൈവമക്കൾക്ക് എന്നും അനർത്ഥം വേണം. അലേലിയ എന്നും കഷ്ടത വേണം. അലേലിയ എന്നും പ്രയാസം വേണം. അലേലിയ എന്നും ദുഃഖം വേണം. അലേലിയ സ്തോത്രം. എന്ന് നമുക്ക് അലേലിയ സ്തോത്രം നമുക്ക് അലേലിയ നിന്ന വേണം. അങ്ങനെ പറയുന്നത് ആലേലിയ കർത്താവിൽ നിന്ന് എനിക്ക് വലിയ ധനമെന്നാണ്. ആലേലിയ നിങ്ങളുടെ സ്തോത്രം. ആലേലിയ യോസേഫിനെ ദൈവം ഉയർത്തുവാനെ, പൗലോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനെ, ഹല്ലേലൂയ കാരാഗ്രഹ പ്രമാണിയോടുവാനിടെ അവരുടെ കുടുംബനോടുവാനിടയായി ദൈവം പഠിക്കുമ്പോൾ ആലേലിയ പ്രിയമുള്ളവർ നമ്മൾ ആലേലിയ സ്തോത്രം പഠിക്കുമ്പോൾ ഏതിൽ നിന്ന് ഹാദാമിനെ പുറത്താക്കി വിടുമ്പോൾ ആലേലിയ നമ്മുടെ കർത്താവ് ആലേലിയ വളരെ വേദനയോട് ഭാരപ്പെട്ട് ആലേലിയ അവിടെ അങ്ങനെ ഇറക്കി വിടുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് നമ്മെ സ്വീകരിക്കുന്നതാണ്. തള്ളിക്കളയുന്നില്ല ഒരിക്കലും. കലേലിയ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നത്. പരീക്ഷ ഉണ്ടെങ്കിൽ ആലേലിയ പരിഹാരം കർത്താവ്. അനേക സാക്ഷ്യങ്ങൾ അനുഭവങ്ങളിലൂടെ പറയുവാനുണ്ടെങ്കിലും ആലയിൽ ഞാൻ അതിലേക്ക് ഇന്നും ആലയിൽ ഞാൻ കടന്നു പോകുന്നില്ല. ഇന്ന് രാത്രി നമ്മുടെ സമയങ്ങളെ സ്ഥലത്തിരിക്കുകയാണ്. കർത്താവിന്റെ ശിക്ഷ ആലയിൽ അവൻ നമ്മെ അടിക്കുന്നത്, ആലയിൽ അവന്റെ ശാസനം, ആലയിൽ ഇതെല്ലാം ആല ദൈവം ആലയിൽ നമുക്ക് പോരാട്ടങ്ങളോ ജനറേറ്റങ്ങളോടൊന്നും അല്ല. ആലയിലുക അതുകൊണ്ട് നാളെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിക്കട്ടെ. ആലയിലെ പൗലോസ് പറയുന്നത് വിശ്വാസം പറയുന്നത് പോലെ കഷ്ടങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണ്. ശക്തമായി ഐക്യതയോടെ കൂട്ടായ്മയുടെ പ്രത്യാശയോടെ ആര് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ എല്ലാ കഷ്ടങ്ങളെല്ലാം മാറ്റി ആലയിലെ വെള്ളി ഊതി കരിക്കുന്നത് പോലെ അവൻ നമ്മെ പുറത്തോട്ട് വരുവാനായി അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി കടന്നു പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയം ദിവസം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ദൈവഭാഗം ഇരിക്കുന്നു. ദൈവം എല്ലാവരെയും ബാധിക്കട്ടെ. ശക്തിയോടെ അതിരങ്ങളെ തുടർന്ന് സ്തോത്രം പറഞ്ഞാണ് ദൈവിക ദൂതുകൾ കർത്താവെന്ന് രാത്രികാലം ദൈവദാസിനെ കൂടി കർത്താവ് കേൾപ്പിച്ചനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ രാത്രികാലം തന്നെയും തന്റെ കുടുംബത്തെയും കർത്താവ് ധാരാളമായി
കർത്താവ് സഹായിക്കുകയും ആവശ്യമാകുന്ന അനേകർക്ക് പ്രയോജനമായി മാറുവാൻ കർത്താവ് സഹായിക്കണം. നമുക്ക് ഒരുമിച്ച് അമീന ദൈവദാസനെ കുടുംബമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെ ശക്തി കഴിക്കട്ടെ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റോമാലേഖനം അതിന്റെ ആമേൻ ഹല്ലേലൂയ 7-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. അവിടെ ആമേൻ ഹല്ലേലൂയ റോമാലേഖനത്തിൽ ആമേൻ പൗലോസ് ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ പ്രബോധിപ്പിക്കുകയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ഒന്നുമില്ലാത്ത. ഹല്ലേലൂയ. എനിക്കൊരു പുകഴ്ചയും പറയാറില്ല, എനിക്കൊരു ശ്രേഷ്ഠതയും പറയാറില്ല. ഹല്ലേലൂയ. ഞാൻ അരിഷ്ടനായ മനുഷ്യനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ഹല്ലേലൂയ. അടുത്തത് ആമേൻ ഹല്ലേലൂയ. ഈ മരണത്തിന് ജീസസ് അധീനമായ ശരീരത്തിൽ നിന്നോ എന്നെ ആരും പിടിവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. എത്ര ബലവനെന്ന് പറഞ്ഞാലും, എത്ര ശ്രേഷ്ഠനെന്ന് പറഞ്ഞാലും, എത്ര സമ്പന്നെന്ന് പറഞ്ഞാലും, എത്ര ജ്ഞാനിയാന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, അവൻ പറയുന്നൊരു വാക്കുണ്ട് അവസാന കാലഘട്ടത്തിൽ, ഈ മരണത്തിൽ നിന്ന് തന്നെ ആരും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ബലമൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്, ദൈവത്തിന്റെ കൃപയാ, യേശുവിന്റെ കൃപയാ, യേശുവിന്റെ കൃപയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഭക്തൻ പറയുകയാണ്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിൽ നിന്ന്, ഈ പൈശാചികമാകുന്ന ഈ മരണത്തിൽ നിന്ന് എന്നെ ആരും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത താഴെ വായിച്ചാൽ ഹല്ലേലൂയ. അടുത്തത് അവൻ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ഈ മരണത്തിൽ നിന്ന്, ഈ പാപം നിറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ഈ നരകമാകുന്ന ഹല്ലേലൂയ പാപത്തിൽ നിന്ന്, ഈ മരണത്തിൽ നിന്ന്, ഈ അന്ധകാര ശക്തി എന്നെ നരകത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഹല്ലേലൂയ മരണത്തിൽ നിന്ന് തന്നെ വിടുവിച്ച ഒരുവനുണ്ട്. അവനാണ് ക്രിസ്തു. ആമേൻ. അതുകൊണ്ട് ഞാൻ ആ ക്രിസ്തുവിന് സ്തോത്രം പറയുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്കൊക്കെ സ്തോത്രം പറയാൻ കാരണമുണ്ട്, നമുക്കൊക്കെ സ്തോത്രം പറയാൻ നമ്മുടെ ജീവിതത്തിൽ അനുഭവമുണ്ട്. ഒരിക്കൽ ഹല്ലേലൂയ മരുഭൂമിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മോശ തന്റെ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ ആമേൻ ഹല്ലേലൂയ ആമേൻ വലിയ മരണത്തിൽ നിന്ന്, ആമേൻ മരണകരമായിരിക്കുന്ന ഒരു വലിയ സാഹചര്യത്തിൽ നിന്ന് ആമേൻ മോശ ജനത്തെ വിടുവിക്കുവാൻ, ജനത്തെ ആമേൻ ഹല്ലേലൂയ നോക്കിക്കൊണ്ട് മോശ ഒരു പിച്ചള സർപ്പത്തെ ആമേൻ ദേശത്ത് ഉയർത്തി നിർത്തി. ഹല്ലേലൂയ. പാമ്പുകൾ കടിക്കുക, സർപ്പങ്ങൾ കടിക്കുകയ, ജനം ഒരുമിച്ച് കൂട്ടത്തോടെ മരിക്കുകയ, മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ മോശ ആമേൻ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്, നീ ഒരു കാര്യം ചെയ്യ്, അവൻ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഈ മരുഭൂമിയിൽ നീ നാട്ട്, അതിനെ നോക്കുന്നവൻ ഒരുവനും മരിച്ചു പോകത്തില്ല, ഒരുവനും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവൻ തുറമുഖത്ത് എത്തിച്ചേരും, അവൻ ഞാൻ പറഞ്ഞ ദേശം എത്തിച്ചേരും. അവൻ ഹല്ലേലൂയ അതുകൊണ്ട് ഉയർത്തി കാണിക്കുക. ആമേൻ. മോശ ഉയർത്തി കാണിച്ചു. അവൻ അതിനെ നോക്കിയ സകല ജനവും അവൻ രക്ഷപ്പെട്ട് അവൻ ഹല്ലേലൂയ കർത്താവ് കാണിച്ച, കർത്താവ് പറഞ്ഞ, കർത്താവ് അവർക്ക് കൊടുത്ത അവൻ ആ ദേശത്ത് എത്തിച്ചേരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെയും ജനം പാപത്തിലേക്ക് കടന്നുപോയപ്പോൾ, ശാപത്തിലേക്ക് വീണുപോയപ്പോൾ, അന്ധകാര ശക്തിയോടെ വശീകരിച്ചെടുത്തപ്പോൾ, അവൻ പിന്നെയും മരണം അവരെ അത് ചുറ്റിപ്പിടിച്ചപ്പോൾ, ഹല്ലേലൂയ പിന്നെയും മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ഈ മരണത്തിൽ നിന്ന് ആര് വിടുവിക്കുമെന്ന് വിളിച്ചു പറയുമ്പോൾ അവൻ ഇതാ ഒരുവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നു, അതിൽ 8-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു. ഹല്ലേലൂയ. അവിടെ വായിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല, ഒരു ശിക്ഷാവധിയുമില്ല. അന്ധകാര ശക്തിയുടെ തലയെ അവൻ ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ നിന്നുകൊണ്ട് ചവിട്ടി ഹല്ലേലൂയ ചതച്ച് അവന്റെ പത്തിയെ മടക്കിയിട്ട് തമ്പുരാൻ പറയുകയാണ്, അവൻ ഈ
ക്രിസ്തുവിങ്കിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ആ യേശുവിലാണ് നമ്മൾ നോക്കുന്നത്. ആ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇനിയും നമ്മെ പാപത്തിന്റെ മരണം ആമേൻ ഹല്ലേലൂയ പിന്തുടരുന്ന ആമേൻ നമ്മളെ നശിപ്പിച്ച പാപത്തിലേക്ക് നരകത്തിലേക്ക് തള്ളിയിടാൻ ആമേൻ ആ പിശാചിന് കഴിയത്തില്ല. കാരണം ആമേൻ നമ്മെ വീണ്ടെടുത്തവനായ ഒരുവൻ നമുക്കുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവൻ നമ്മളോട് കൂടെയുണ്ട്. ഇന്ന് രാത്രികാലം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്താൽ നമ്മൾ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ഈ ഐക്യമായുള്ള ആമേൻ കൂടിവരവരെ പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ വിശ്വാസം കൊണ്ട് കടന്നു വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ ശബ്ദം ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. മഹാപരിശുദ്ധ നീതിമാനുമായ ദൈവമായ